ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഇന്ന് കിട്ടിയില്ല. ഈ കാണുന്നതാണ് STC എന്ന് പറയുന്നത്. നമ്മളിന്ന് ഇവിടെ നിന്നാണ് ഫോൺ എടുക്കാൻ പോകുന്നത്. ഇനി ഇത് സ്മൂത്തായിട്ട് ഓപ്പൺ ആവുമെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, കനേഡിയൻ തോന്നിയസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അച്ഛന്മാരെ, നമ്മൾ ഇന്ന് നമ്മുടെ ഫോൺ മാറ്റാനായിട്ട് പോവുകയാണ്. നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് iPhone 14 Pro Max ആണ്. അത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, കാരണം ഇപ്പോൾ അതിന് ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് പല സ്ഥലത്തും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നിവിടെ അടുത്ത് STC എന്ന് പറഞ്ഞൊരു മാളുണ്ട്, അവിടെ വരെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. நகரும் நெருப்பாய் கொழுந்து விட்டிருந்தேன், அணைந்த பின்பும் மணலின் மேலிருந்தேன், காலை பணியாக என்னை வாரிக்கொண்டாய். நேரம் கூட எதிரியாகிவிட, யுகங்களாக வேதம் மாறிவிட, அணைத்து கொண்டாயே பின்பு ஏனோ சென்றாய். അപ്പോൾ അച്ഛന്മാരെ, നമ്മൾ ഫൈനലി STC സ്കാർബ്രോ ടൗൺ സെൻറ്റർ എത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് ഇവിടെ നിന്നാണ് ഫോൺ എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ ബോർഡൊക്കെ കാണാം. ഇതാണ് സ്കാർബ്രോ ടൗൺ സെൻറ്റർ എന്ന് പറയുന്നത്. ഇന്നിവിടെ ബ്ലാക്ക് ഫ്രൈഡേ ആണ്. ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇലക്ട്രോണിക് ഡിവൈസിന് ഡീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കണക്ഷൻ കിട്ടുമെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ അച്ഛന്മാരെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ ഉള്ളിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സ്റ്റോറുകളും ഉള്ള ഒരു സംഭവമാണ്. ഇവിടെ എല്ലാ ബ്രാൻഡുകളുടെയും അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ കിട്ടുന്നതാണ്. ഈ കാണുന്നതാണ് STC എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ ഈ ഫ്രണ്ടിൽ തന്നെ ടെല്ലസ് എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് പ്രൊവൈഡറാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ആദ്യം തന്നെ അവരുടെ സ്റ്റോറിൽ നിന്ന് കയറി നോക്കാം, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ തരാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതാണ് ടെല്ലസിൻ്റെ സ്റ്റോർ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറിയിട്ട് അവരുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഇവിടെ ഡിവൈസ് അവൈലബിൾ ആണ്, നമുക്ക് പറ്റിയൊരു ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ അടുത്ത് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ ബാക്കിയുള്ള കമ്പനീസും ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഉള്ളിൽ ചെന്ന് സംസാരിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. 2 hours later. അപ്പോൾ അച്ഛന്മാരെ, നമ്മൾ ഫൈനലി പർച്ചേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് സ്റ്റോറിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒന്നും പറയണ്ട, 2 മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷമാണ് അവരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റിയത്. ബാക്കി പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഇന്ന് കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 512 GB ആയിരുന്നു നോക്കിയത്. അപ്പോൾ അവരുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോണും സിമ്മും കൂടെ ചേർത്ത്, ഞാൻ ടെല്ലസിൻ്റെ കണക്ഷനാണ് എടുത്തത്, അപ്പോൾ ഫോണും സിമ്മും കൂടെ ചേർത്ത് വീട്ടിലേക്ക് ഷിപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അത് ഓൾമോസ്റ്റ് 3 to 4 weeks എടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. അതിന് മുമ്പ് ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ ബാക്കി നമുക്ക് ഫോൺ കയ്യിൽ കിട്ടിയിട്ട് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് നേരെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോയാലോ. Much later. അങ്ങനെ ഫൈനലി നമ്മുടെ iPhone 14 Pro Max കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഞാനിത് ആക്ച്വലി ലാസ്റ്റ് മന്ത് November 25th ബ്ലാക്ക് ഫ്രൈഡേയുടെ അന്ന് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ അന്ന് അവിടെ സാധനം സ്റ്റോക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഏകദേശം 2.5 weeks കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് ഷിപ്പ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അധികം ഡിലേ ആക്കാൻ നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പാക്കേജിലാണ് ഐഫോൺ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻ്റ് ആയിട്ടുള്ള പാക്കേജിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ 1-2 ആക്സസറീസ് മേടിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഈ സൈഡിലിരിക്കട്ടെ. അപ്പോൾ ഈ 2 ആക്സസറീസാണ് ഞാൻ മേടിച്ചത്. ആക്സസറി എന്ന് പറയാനായിട്ട് ഒന്ന് അതിൻ്റെ ടെമ്പേർഡ് ഗ്ലാസ് ആണ്. സ്പൈജൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടെമ്പേർഡ് ഗ്ലാസ് ആണ്. ഇതിനകത്ത് ഒരു പാക്കിനകത്ത് 2 വരുന്നുണ്ട്, 2 ഗ്ലാസ് വരുന്നുണ്ട്. പിന്നെ ഞാനൊരു ക്ലിയർ കേസാണ് വാങ്ങിച്ചിരിക്കുന്നത്. കേസ്കൂ എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലിയർ കേസ്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് തുറന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ടെമ്പേർഡ് ഗ്ലാസ് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 സൈഡിലായിട്ടും ഒരു ടേപ്പ് ചെയ്തിട്ടുണ്ട്, സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് തന്നെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കവറ് അങ്ങ് പൊളിക്കാം. വേറെ വഴിയുണ്ടെന്ന് തോന്നുന്നില്ല.
ഇതാണ് ടെമ്പേർഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ഫ്രെയിമോട് കൂടിയാണ് വരുന്നത്. ഈസി ഇൻസ്റ്റലേഷൻ കിറ്റ് എന്നുള്ള ഒരു സെറ്റപ്പിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഫോൺ ഇതിനകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പേർഡ് ഗ്ലാസ് ഓട്ടോമാറ്റിക്കലായിട്ട് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് അലൈൻമെൻറ്റും കാര്യങ്ങളും കുറിച്ച് ഓർത്തിട്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കുഴപ്പമില്ല. അത്യാവശ്യം ആമസോണിലാണെങ്കിലും അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ടെമ്പേർഡ് ഗ്ലാസ് ആണ്. ഇതിനകത്ത് വേറെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു മാനുവൽ, ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോയിന് വേണ്ടി ബാക്കിലൊരു QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈസിയാണ്. പിന്നെ ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പുതിയ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഒരു ജസ്റ്റ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെയുള്ള ഒരു കാർഡാണ്. അതിനകത്തൊരു QR കോഡുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് അവരുടെ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന QR കോഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെന്തായാലും സൈഡിലിരിക്കട്ടെ. ഇനി അടുത്ത സാധനം ഒരു ക്ലിയർ കേസാണ്. കേസ്കൂ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ക്ലിയർ കേസാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് വാങ്ങിച്ചാണ്. പിന്നെ ആമസോണിൽ നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേസ്. വേറെ പാക്കേജിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് ഇവർ ഫ്രീ ആയിട്ട് ഒരു സ്റ്റാൻഡ് തന്നിട്ടുണ്ട്. ഒരു പോർട്ടബിൾ ഫോൺ സ്റ്റാൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് നമുക്കിങ്ങനെ ഫോണൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ വാച്ച് ചെയ്യാനാണെങ്കിലും ഫോൺ ഇതിനകത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് വീഡിയോസൊക്കെ കാണാനായിട്ട് പറ്റും. അതെന്തായാലും കൊള്ളാം. ഇതിനകത്തുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ അവർ കുറച്ച് സ്റ്റിക്കറൊക്കെ തന്നിട്ടുണ്ട്. 2 സെറ്റ് സ്റ്റിക്കറാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കവറിനകത്ത് വരുന്നത്. ഇനി നമുക്ക് കേസ് ഒന്ന് തുറന്ന് നോക്കാം. ഇതാണ് കേസ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെയുള്ള ഒരു കേസാണ്. ക്ലിയർ കേസാണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ കളറ് അതുപോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതേതായാലും സൈഡിലിരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഫോൺ നോക്കിയാലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ പർപ്പിൾ കളറായതുകൊണ്ട് തന്നെ ഒരു പർപ്പിൾ ഫോണിൻ്റെ ഒരു പടവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ പർപ്പിൾ കളറിൽ തന്നെയുള്ള ഒരു ഐഫോൺ എന്നൊരു നെയിമിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലാണെങ്കിൽ പർപ്പിൾ കളറിൽ ഒരു ഐഫോണിൻ്റെ ബ്രാൻഡ് ലോഗോയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ബാക്കിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ 512 GB വേരിയൻ്റ് ആണ് എടുത്തത്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സീൽ പൊളിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ സീല് 2 റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സ്മൂത്തായിട്ട് ഓപ്പൺ ആവുമെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ ഗൈസ്, ഇതാണ് നമ്മുടെ iPhone 14 Pro Max. ഞാൻ ഡീപ്പ് പർപ്പിൾ കളറാണ് എടുത്തത്. അതാണ് ഒരു പുതിയ കളറെന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരു പുൾ ടാബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് ഫോണ് ഈസി ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതേതായാലും സൈഡിലിരിക്കട്ടെ. നമുക്ക് ബാക്കി കേസിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ഇതെനിക്ക് തോന്നുന്ന ഇൻസ്ട്രക്ഷൻ മാനുവലും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഒരു സിം എജക്ടർ ടൂൾ വരുന്നുണ്ട്. ഇനി ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു മാനുവൽ വരുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഒരു ആപ്പിളിൻ്റെ സ്റ്റിക്കറും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ചാർജിങ് കേബിളാണ്. മുമ്പത്തെ പോലെ തന്നെ ബ്രിക്കില്ല. പുതിയ പ്രീമിയം ഫോൺസിനെല്ലാം ചാർജർ വേണമെങ്കിൽ നീ വേറെ കാശ് കൊടുത്ത് മേടിക്കട എന്നുള്ള സ്കീം ആയതുകൊണ്ട് കേബിൾ മാത്രമായിട്ടാണ് വരുന്നത്.
നമ്മളെന്തായാലും അതിൻ്റെ ഒരു അഡാപ്റ്റർ വാങ്ങിച്ചിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല, അത് ഓൺ ദ വേ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്തുള്ളത്. ഇനി നമുക്ക് ഫൈനലി നമ്മുടെ ഫോൺ ഓണാക്കി നോക്കാം. ഇതാണ് ഇതിൻ്റെ മോസ്റ്റ് സാറ്റിസ്ഫൈയിങ് പാർട്ട് എന്ന് പറയുന്നത്. കൊള്ളാം, അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ iPhone 14 Pro Max. ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പുതിയ ഡിസൈൻ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കാണാം. അവർ നോച്ചിൻ്റെ സൈസെല്ലാം കുറച്ചിട്ട് പുതിയ ഡൈനാമിക് ഐലൻഡ് എന്ന് പറഞ്ഞ ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ പവർ ബട്ടൺ കാണാം, ഇപ്പുറത്തെ സൈഡിൽ വോളിയം റോക്കേഴ്സും പിന്നെ അതുപോലെ തന്നെ മ്യൂട്ടും അൺമ്യൂട്ടും ചെയ്യാനുള്ള ഒരു ഭാഗം കാണാം. പിന്നെ അടിയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ സ്പീക്കറും മൈക്കും പിന്നെ ലൈറ്റ്നിങ് പോർട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ക്യാമറയിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ കാണാം. iPhone 13 Pro Max കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറയുടെ സൈസൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. അത്രയൊക്കെ തന്നെയാണ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാനായിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് ഓണാവാനുള്ള ചാർജ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫൈനലി ഫോൺ ഓണായിരിക്കുകയാണ്. നമുക്കിവിടെ ആപ്പിളിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കാണാം. ഹലോ എന്ന് പറഞ്ഞ് നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു സ്ക്രീൻ വന്നു. പല പല ലാംഗ്വേജസിൽ അത് എഴുതി കാണിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഒന്നും ഞാൻ കാണിക്കുന്നില്ല. കുറേ വീഡിയോസൊക്കെ കണ്ടതനുസരിച്ച് ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തായി പോകും. അതുകൊണ്ട് അതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. 3,000 years later. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഐഫോണിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാം. ഇത് സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം ടൈം എടുത്തു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് ഡാറ്റ എല്ലാം ട്രാൻസ്ഫർ ചെയ്യണമായിരുന്നു. അപ്പോൾ അത് തന്നെ അറൗണ്ട് 2.5 hours എടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞത്. കുഴപ്പമില്ല. ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സ്മൂത്തും നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുതിയ മോഡലിൽ അത്യാവശ്യം ബ്രൈറ്റ്നെസ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് ഡിസ്പ്ലേ നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. പിന്നെ നിങ്ങൾക്കിവിടെ കാണാം, ഇതാണ് iPhone 14 Pro Maxൻ്റെ ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആപ്പിൻ്റെയും കാര്യങ്ങളിലൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു 3D ആനിമേഷൻ പോലെ ഡൈനാമിക് ഐലൻഡിനകത്ത് കാണിക്കും. അപ്പോൾ അതുവഴി നമുക്ക് ഈസി ആയിട്ട് ആക്സസ് എല്ലാം ചെയ്യാൻ പറ്റും. അതാണ് ഈ iPhone 14 Pro Maxൽ അവർ പുതിയതായിട്ട് കൊണ്ടുവന്ന ഫീച്ചർ. അതുപോലെ തന്നെ നോച്ചിൻ്റെ സൈസ് കുറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെയാണ് ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ വാങ്ങിച്ച കേസ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ കേസ്കൂവിൻ്റെ കേസാണ് ഞാൻ വാങ്ങിച്ചത്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉള്ള കേസാണ്. ബാക്കിൽ എനിക്ക് തോന്നുന്ന പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നതെന്ന് തോന്നുന്നു. സൈഡ് എനിക്ക് തോന്നുന്ന ഹാർഡ് സിലിക്കോൺ ടൈപ്പ് ആണ്. സൈഡ് ഫ്ലെക്സിബിൾ ആണ്, ബാക്ക് അത്ര ഫ്ലെക്സിബിൾ അല്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ കേസും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ പെർഫെക്റ്റ് സൈസാണ്. സ്ലോട്ടും കാര്യങ്ങളും വോളിയം ബട്ടണും മ്യൂട്ട് അൺമ്യൂട്ട് ബട്ടൺ, പവർ ബട്ടൺ, പിന്നെ നമ്മുടെ സ്പീക്കർ, മൈക്ക്, പോർട്ടുകൾ, കാര്യങ്ങൾ എല്ലാം അതിൻ്റെ അലൈൻമെൻറ്റ് എല്ലാം കറക്റ്റാണ്. പിന്നെ സൈഡിലായിട്ട് 4 എയർ ബബിൾ പോലെ ഒരു 4 മാർക്കിങ് കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അവർ വെച്ചിരിക്കുന്നത്. കുറച്ച് ഹൈറ്റിൽ നിന്നൊക്കെ ഈ എഡ്ജ് കുത്തി വീണ് കഴിയുമ്പോൾ അത്യാവശ്യം പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്ലിയർ കേസ് ആയതുകൊണ്ട് ഫോണിൻ്റെ ആ ഒറിജിനൽ ലുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ഒറിജിനൽ ലുക്കെല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഈ കേസിനുണ്ട്. ഏതായാലും കൊള്ളാം. കേസ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കേസ് തന്നെയാണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ ഉള്ളൂ. അൺബോക്സിങ്, ഒരു ഇനീഷ്യൽ ഫസ്റ്റ് ഇംപ്രഷൻ, അതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അച്ഛന്മാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ നല്ല വീഡിയോസ് ആയിട്ട് വരാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ റബിൻ ബേബി സൈനിങ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം 2.5 weeks കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് ഷിപ്പ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ്.
ഇതെന്തുവാടേ ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്? ഇത് തുറക്കുന്നില്ലല്ലോ.